ഹലോ, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15ാമത്തെ ടെസ്റ്റ് പേപ്പർ, അതിലെ ചോദ്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. സോ നമുക്ക് നേരിട്ട് പോയാലോ? 15ാമത്തെ ടെസ്റ്റ് പേപ്പർ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എങ്ങനെയാണ് അതിലെ ചോദ്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം അല്ലെ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉള്ള ഒരു ചോദ്യമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും റേഷ്യോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരുന്നു തന്നിരുന്നത് അല്ലെ. എന്തായിരുന്നു നമ്മുടെ ടേബിളിനകത്ത്? എന്തായിരുന്നു? ഒരു പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ അല്ലെ. 5 സ്റ്റേറ്റുകളിലെ PQRST എന്ന് പറയുന്ന സ്റ്റേറ്റുകളിലെ എത്ര ശതമാനം ആളുകൾ പോവർട്ടി ലൈനിന് താഴെ താമസിക്കുന്നു എന്ന് തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനകത്ത് പോവർട്ടി ലൈനിന് താഴെ താമസിക്കുന്ന ആളുകളുടെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. പോവർട്ടി ലൈനിന് എബോവ് താമസിക്കുന്ന ആളുകളുടെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വാട്ട് വിൽ ബി ദ number of females above poverty line in the state S if it is known that the population of city S is 7 lakh അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്റ്റേറ്റ് എസിലെ അല്ലെ, സ്റ്റേറ്റ് എസിലെ ഫീമെയിൽസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. എബോവ് പോവർട്ടി ലൈൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സിറ്റി എസിൽ എത്രയാണ് ഓൾറെഡി ഉണ്ടായിരുന്ന പോപ്പുലേഷൻ എത്രയായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. 7 ലക്ഷം പേരുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഡാറ്റയെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടേബിളിനെ നമ്മൾ കൃത്യമായി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? സിറ്റി എസില് 19% ആണ് ബിലോ പോവർട്ടി ലൈൻ ഉള്ളത്. പക്ഷെ നമുക്ക് ഏതിന്റെ അല്ല വേണ്ടത്? ബിലോ പോവർട്ടി ലൈനിന്റെ അല്ല വേണ്ടത്, എബോവ് പോവർട്ടി ലൈൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഏതൊരു സ്റ്റേറ്റിലും ബിലോ പോവർട്ടി ലൈൻ ആൻഡ് എബോവ് പോവർട്ടി ലൈൻ അങ്ങനെ രണ്ട് കാറ്റഗറി ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ബിലോ പോവർട്ടി ലൈൻ 19% ആണെങ്കിൽ സിറ്റി എസിലെ ടോട്ടൽ പോപ്പുലേഷന്റെ 19% ആണ് എന്തെങ്കിൽ ബിലോ പോവർട്ടി ലൈൻ എങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പെർസെന്റേജ് ആയിരിക്കും എബോവ് പോവർട്ടി ലൈൻ? യെസ്, കറക്റ്റ്. എത്ര പെർസെന്റേജ് ആയിരിക്കും? 81% ആയിരിക്കും എബോവ് പോവർട്ടി ലൈൻ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 7 ലാഖിന്റെ 81% കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 7 ലാഖിന്റെ 81% നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 7 ലാഖിന്റെ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 70,000 ആയിരിക്കും അല്ലെ. ആ 70,000 10% ആണെങ്കിൽ 80% എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? 70,000 8 കൊണ്ട് ഗുണിച്ചാൽ മതി, 10% 8 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ 70,000 ഇൻറ്റു 8 എത്രയായിരിക്കും വരിക? 8 5,60,000 ആയിരിക്കും 80%. പക്ഷെ നമുക്ക് എത്ര വേണ്ടേ? 81% കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ 81% എന്ന് പറയുമ്പോൾ 5,60,000 ആണ് 80%. 1% എത്രയായിരിക്കും? 7 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 70,000 ആയിരുന്നു അല്ലെ. 1% എത്രയായിരിക്കും? 7,000 ആയിരിക്കും അല്ലെ. 7 ലക്ഷം എന്ന് പറയുമ്പോൾ അതിലത്തെ 2 പൂജ്യങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? 7,000 ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ 7,000 ആണ് 1%. സോ 81% മീൻസ് 5,60,000 പ്ലസ് 7,000, 5,67,000. ഓക്കെ, ഞാനിത് ഒന്നും എഴുതാതെ ചെയ്ത് വരുന്നതുകൊണ്ടല്ല, നമ്മൾ ഇനി ഇങ്ങനെ മനക്കണക്കായി ചെയ്ത് പഠിക്കുക വേണം അല്ലെ. നമുക്കത് ആ രീതിയിൽ തന്നെ പോവാം. ഓക്കെ, അപ്പൊ 5,67,000 ആണ് ഇവിടുത്തെ സിറ്റി എസിലെ എബോ പോവർട്ടി ലൈനുള്ള ആളുകളുടെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിനകത്ത് എത്ര ഫീമെയിൽസ് ആണുള്ളത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ അല്ലെ. അപ്പോ 5,67,000 നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എബോ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് 4:3 ആണ് പെർസെന്റേജ്, സോറി റേഷ്യോ അല്ലെ. അപ്പൊ അതില് മെയിൽസ് 4, ഫീമെയിൽസ് എത്രയാണ്? 3യുമാണ് അല്ലെ. 4:3. അപ്പൊ നമുക്കറിയാം, നമ്മൾ റേഷ്യോ പഠിച്ച ആളുകളാണ്. എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ അപ്പൊ 7 ആയിരിക്കും അല്ലെ. അപ്പൊ 7ൽ എത്ര? 3 ആണ്. അപ്പൊ 5,67,000 ഇൻറ്റു 3/7 ആണ് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ എഴുതി ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മനക്കണക്കായി ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പൊ നോക്കി നോക്കാം. 5,67,000 ഇൻറ്റു 3/7 എത്രയായിരിക്കും കിട്ടുക നമുക്ക് നോക്കി നോക്കാം അല്ലെ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5,67,000 ആണ് ഇവിടുത്തെ ടോട്ടൽ. എന്തെന്ന് കണ്ടായിരുന്നു നമുക്ക്? ടോട്ടൽ സിറ്റി എസിലുള്ള ടോട്ടൽ ആളുകൾ എന്ന് പറഞ്ഞായിരുന്നു. സിറ്റി എസിൽ ടോട്ടൽ ആളുകൾ, സിറ്റി എസിൽ എബോവ് പോവർട്ടി ലൈനുള്ള ആളുകൾ 5,67,000 ആണ് അല്ലെ. അപ്പൊ അതിന്റെ എത്ര പെർസെന്റേജ് അല്ല, എത്രയാണ് റേഷ്യോ? 4:3 ആണ് അവിടുത്തെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ. നമുക്ക് ഫീമെയിൽസ് ആണ് വേണ്ടതുകൊണ്ട് ഫീമെയിലിന്റെ റേഷ്യോ, കറസ്പോണ്ടിങ് റേഷ്യോ ആയിട്ടുള്ള 3 നമ്മൾ എഴുതി. ഡിവൈഡ് ബൈ ടോട്ടൽ റേഷ്യോ എത്രയായിരുന്നു? 7 ആയിരുന്നു. അപ്പൊ 3/7 ചെയ്താൽ മതി അല്ലെ. സോ നമുക്ക് നോക്കാം. നമുക്കറിയാം 56ലെ 7 8 പ്രാവശ്യം പോവും അല്ലെ. 7 7 ഒരു പ്രാവശ്യം പോവും, പിന്നെ ഒരു 3 പൂജ്യം. സോ 81,000 ഇൻറ്റു 3. സോ 80,000 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 2,40,000 ആണ്. 1000 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3,000 ആണ്. സോ എത്രയാണ്? 2,43,000 എന്ന് കിട്ടും. 2,43,000 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അർത്ഥം?
അർത്ഥം ഇവിടെ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 2.43 അല്ലെ 2,43,000 എന്ന് പറയുന്നത് 2.43 ലാക്ക് ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ. സോ ഇവിടുത്തെ ആൻസർ എത്രയാണ് 2.4 ലാക്ക്. ക്ലിയർ ആണല്ലോ, സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ? ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇഫ് ദ മെയിൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ ഫോർ സ്റ്റേറ്റ് ആർ ഈസ് 1.9 ലാക്ക് അല്ലെ. അപ്പൊ സിറ്റി ആർ സ്റ്റേറ്റ് ആറിലെ അല്ലെ സ്റ്റേറ്റ് ആറിലെ എന്താണ് തന്നിരിക്കുന്നത് നോക്കാം അല്ലെ. സ്റ്റേറ്റ് ആറിലെ മെയിൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ. അപ്പൊ അവിടെ മെയിൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ അല്ലെ. എബോവ് പോവർട്ടി ലൈൻ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 2:3 ആണ് നമുക്ക് ടോട്ടൽ തന്നിരിക്കുന്നത്. അതില് 2 ആയിരിക്കും വരിക അല്ലെ. അപ്പൊ അത് എത്ര ലാക്കാന്ന് പറഞ്ഞാൽ 1.9 ലാക്ക് എന്നാ പറഞ്ഞത് അല്ലെ. സോ അവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ 2:3 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റേഷ്യോ എടുക്കുക? 2x 3x ആയിട്ട് എടുക്കുക അല്ലെ. അപ്പൊ മെയിൽസിന്റെ എണ്ണം നമുക്കറിയാം 2x ആയിരിക്കും അവിടെ ഉണ്ടാവുക അല്ലെ. അപ്പൊ ആ 2x എന്ന് പറയുന്ന സാധനമാണ് 1.9 ലാക്ക് എന്ന് പറയുന്ന സാധനം അല്ലെ. ഈ 1.9 ലാക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,90,000 ആണ്. ഓക്കെ, അപ്പൊ 1,90,000 എന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ 1.9 ലാക്ക് എടുത്താലും മതി. ഇതിന്റെ പകുതി കാണാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാമെങ്കിൽ 1.9 ലാക്ക് തന്നെ എടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 1,90,000 എന്ന് എടുക്കാം. അപ്പൊ എക്സ് എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു നമുക്ക് അവിടെ നിന്ന് എത്ര കിട്ടും? 1,90,000 പകുതി അല്ലെ. കാരണം ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോ 1.9 ലാക്ക് ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലെ. സോ സോ 1.9 ലാക്ക് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1,00,000 പകുതി 50,000 ആണെന്ന് നമുക്കറിയാം. ബാക്കി 90,000 90,000 പകുതി എത്രയായിരിക്കും? 45,000 ആണെന്ന് അറിയാം. അപ്പൊ 50,000 പ്ലസ് 45,000 എത്രയായിരിക്കും വരിക? 95,000 ആയിരിക്കും എക്സിന്റെ വാല്യൂ അല്ലെ. അല്ലെങ്കിൽ 0.95 ലാക്ക് ആയിരിക്കും. ഓക്കെ, 1.9 ബൈ 2 എന്ന് പറയുമ്പോൾ 1,00,000 പകുതി 50,000 ആണെന്നും ബാക്കിയുള്ള 0.9 ലാക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90,000 ആണ് അല്ലെ. ആ 90,000 പകുതി എത്രയാണ്? 45,000 ആണെന്ന് നമുക്കറിയാം. സോ 50,000 പ്ലസ് 45,000 95,000 ആയിരിക്കും. 1.9 ലക്ഷത്തിന്റെ 1,90,000 പകുതി അല്ലെ. 95,000 കിട്ടി. സോ എക്സിന്റെ വാല്യൂ 95,000 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എബോവ് പോവർട്ടി ലൈനിലുള്ള ടോട്ടൽ ആളുകൾ എന്ന് പറഞ്ഞാൽ എത്ര പേരായിരിക്കും? അതായത് 2:3 ആണ് മെയിൽസ് ടു ഫീമെയിൽ റേഷ്യോ അല്ലെ. അതില് നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് 95,000 എന്ന് കണ്ടുപിടിച്ചേക്കുന്നത്. സോ അതില് മെയിൽസിന്റെ എണ്ണത്തിന് 2x എന്ന് ഫീമെയിൽസിന്റെ എണ്ണത്തിന് 3x എന്നുമാണ് നമ്മൾ എടുത്തത്. അങ്ങനെ ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. സോ ടോട്ടൽ ആളുകൾ എത്രയായിരിക്കും? ടോട്ടൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ. ഓക്കെ, എത്രയായിരിക്കും? 2x പ്ലസ് 3x, അതായത് മെയിൽസ് പ്ലസ് ഫീമെയിൽസ് ആയിരിക്കില്ലേ. മെയിൽസ് 2x ഫീമെയിൽസ് 3x ആണെങ്കിൽ 2x പ്ലസ് 3x 5x ആയിരിക്കും ടോട്ടൽ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ടോട്ടൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ അല്ലെ. ടോട്ടൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5 ആണല്ലോ. എബോവ് പോവർട്ടി ലൈൻ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 5x ആയിരിക്കും അല്ലെ. അപ്പൊ 5x എന്ന് പറയുന്നത് എത്രയാണ്? എക്സിന്റെ വാല്യൂ 95,000 ആണ്. അപ്പൊ 5 into 95,000 എന്ന് വരും അല്ലെ. എത്രയായിരിക്കും വരിക? 5 into 95,000. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 5 into 1 ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലാക്ക് ആണ് അല്ലെ. അപ്പൊ അതിൽ ഓരോന്നിലും 5,000 കുറയണ്ടേ. 95,000 എന്ന് പറയുമ്പോൾ 1,00,000 5,000 കുറവാണ്. അപ്പൊ അങ്ങനെ ഓരോന്നിലും 5 എണ്ണത്തിലും 5,000 വെച്ച് കുറയുമ്പോൾ 5,000 into 5 25,000 കുറയണം. അപ്പൊ 5,00,000 25,000 കുറവ് 5,25,000 കുറവ് എത്രയാണ്? 4,75,000 ആയിരിക്കും ഇവിടുത്തെ എബോവ് പോവർട്ടി ലൈനിലുള്ള ആളുകൾ. നമ്മുടെ ചോദ്യം എന്താ? ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ആർ ആണ്. സ്റ്റേറ്റ് ആറിലെ എബോവ് പോവർട്ടി ലൈനിലുള്ള ആളുകൾ 4,75,000 ആണ് നമുക്ക് കിട്ടി അല്ലെ. ഇനി നമ്മൾ നോക്കേണ്ടത് സ്റ്റേറ്റ് ആറില് എബോവ് പോവർട്ടി ലൈൻ എത്ര പെർസെന്റേജ് ആളുകളായിരിക്കും എന്ന് നോക്കണ്ടേ. ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് 24% ആണ്. അപ്പൊ എബോവ് പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 76% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ 76% ആണ് എത്രയെന്ന് പറയുന്നത്? 4,75,000 എന്ന് പറയുന്നത് അല്ലെ. ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷന്റെ സിറ്റി ആറിലെ ടോട്ടൽ പോപ്പുലേഷന്റെ 76% 4,75,000 നമ്മൾ കണ്ടുപിടിച്ച. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്? 76% എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 76/100 ഇൻറ്റു ടോട്ടൽ പോപ്പുലേഷൻ ആണ്. ഞാൻ ടീന്ന് എടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ അതാണ് 4,75,000 എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കുക? 4,75,000 ആ 76/100 ഇങ്ങോട്ട് വരുമ്പോ എങ്ങനെയാ വരിക? 100/76 വരും അല്ലെ. ഇനി ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ 4,75,000 ഇൻറ്റു 100/76 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലെ. സോ എത്രയായിരിക്കും വരിക? 76. നമുക്ക് വേണമെങ്കിൽ 76 നമുക്ക് ആദ്യം ഒന്ന് ചെറുതാക്കി വിടാം അല്ലെ. സോ 100ലും 76ലും എന്ത് പോവും?
4 പോവും അല്ലെ, അല്ലെങ്കിൽ 2 വെച്ച് വെട്ടി ചെറുതാക്കാം. 50/38 എന്ന് കിട്ടും. വീണ്ടും 2 പോകുന്ന കണ്ടിട്ട് അങ്ങനെ ചെറുതാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 4 വെച്ച് ചെറുതാക്കും. ഇവിടെ 25, 76 4 19 പ്രാവശ്യം. ഓക്കെ, 19 എന്ന് കിട്ടും. ഇനി 19 വെച്ച് നമുക്ക് 4,75,000 ചെറുതാക്കാം. 47 19 എന്ന് പറയുന്നത് 2 പ്രാവശ്യം പോവാം അല്ലെ. സോ 2 അപ്പൊ എത്രയായി? 38 പോയി. ബാക്കി 9 ഉണ്ടാവും. 95 എന്ന് വരും. 95 19 5 പ്രാവശ്യമാണ് പോവാ. അങ്ങനെ 25,000 കിട്ടും. ഓക്കെ, അപ്പൊ 25,000 ഇൻറ്റു 25 ആണ് നമ്മൾ ഗുണിക്കേണ്ടത്. നമുക്കറിയാം 25 ഇൻറ്റു 25 എത്രയാ? 625 ആണ് അല്ലെ. പിന്നെ ഒരു 3 പൂജ്യം കൂടെ. ദാറ്റ് മീൻസ് 6,25,000 ആയിരിക്കും അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അല്ലെ, 6,25,000 ആയിരിക്കും ടോട്ടൽ പോപ്പുലേഷൻ. സോ ദാറ്റ് മീൻസ് ഇവിടുത്തെ ആൻസർ എത്രയാ? 6.25 ലാക്ക് ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. സോ അത് പെട്ടെന്ന് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ പറഞ്ഞപ്പോൾ കുറെ സമയം എടുത്തെങ്കിലും അത് ഞാൻ ക്ലിയർ ആക്കി ഇങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ വേഗം 2x ഈക്വൽ ടു 2x എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് ആറിനകത്തുള്ള എബോവ് പോവർട്ടി ലൈനിലുള്ള മെയിൽ പോപ്പുലേഷൻ. അപ്പൊ നമ്മൾ എബോവ് പോവർട്ടി ലൈൻ നോക്കുന്നു അല്ലെ, ആ ഒരു ഇത് നോക്കുന്നു. അതിൽ സ്റ്റേറ്റ് ആറിൽ നോക്കുമ്പോൾ 2:3 ആണ്. ദാറ്റ് മീൻസ് 2x ആണ് മെയിൽസ്, 3x ആണ് ഫീമെയിൽസ് അല്ലെ. അപ്പൊ ആ 2x ആണ് 1.9 ലാക്ക് എന്ന് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് അവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്നിട്ട് എബോവ് പോവർട്ടി ലൈനിലുള്ള ടോട്ടൽ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2x പ്ലസ് 3x, കാരണം മെയിൽസ് പ്ലസ് ഫീമെയിൽസ് കൂട്ടുമ്പോഴായിരിക്കും അവിടെ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പൊ 2x പ്ലസ് 3x കുട്ടികൾ ഉണ്ട് അവിടെ, എന്നാലും നമ്മൾ എല്ലാം കൂടെ കൂട്ടിയിട്ടാണെന്നുള്ളത് വിചാരിക്കാം കേട്ടോ. അപ്പൊ 2x പ്ലസ് 3x 5x. മാത്സിൽ പ്രത്യേകിച്ച് നമ്മൾ ലോജിക്ക് നോക്കരുത്, മറ്റു കാര്യങ്ങളിലേക്ക്. ഓക്കെ, മാത്സിന്റെ ലോജിക്ക് നോക്കണം, മറ്റു കാര്യങ്ങളുടെ ലോജിക്ക് നോക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പൊ 2x പ്ലസ് 3x എത്ര കിട്ടും? 5x കിട്ടും. സോ എക്സിന്റെ വാല്യൂ നമുക്കറിയാം 95,000 ആണെന്ന്. സോ 5 ഇൻറ്റു എക്സ് 5 ഇൻറ്റു 95,000 നമുക്ക് 4,75,000 കിട്ടും. അത് സിറ്റി 6 24% ആണ് ബിലോ പോവർട്ടി ലൈൻ ഉള്ളത്. അപ്പൊ എബോവ് പോവർട്ടി ലൈൻ എത്രയായിരിക്കും? 100ന്റെ ബാക്കി 100% 24% കുറച്ച് 76% ആയിരിക്കും എബോവ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. സോ 76% 4,75,000 അല്ലെ. സോ ആ 76% അല്ലെ, 76% നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചെറുതാക്കി അല്ലെ. സോറി, 76% 4,70,000 കിട്ടി. ദാറ്റ് ഈസ് 76/100 ഇൻറ്റു ടോട്ടൽ ഇതാണ് 4,70,000. ആ 76/100 അപ്പുറത്തേക്ക് കൊണ്ടപ്പോൾ 100/76 വന്നു. നമ്മൾ ചെറുതാക്കി. സോ നമുക്ക് എത്ര കിട്ടി? 6,25,000 കിട്ടി. ദാറ്റ് ഈസ് 6.25. ഓക്കെ ആണല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് വിൽ ബി ദ മെയിൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ ഫോർ സ്റ്റേറ്റ് പി ഇഫ് ദ ഫീമെയിൽ പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ ഫോർ സ്റ്റേറ്റ് പി ഈസ് 2.1 ലാക്ക് അല്ലെ. സോ നമുക്കിവിടെ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെ ചെയ്യേണ്ടി വരും അല്ലെ. സ്റ്റേറ്റ് പിയിലെ ബിലോ പോവർട്ടി ലൈനിലെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഫീമെയിൽ പോപ്പുലേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം സ്റ്റേറ്റ് പി അല്ലെ. സ്റ്റേറ്റ് പി എത്രയാണ്? യെസ്, സ്റ്റേറ്റ് പിയിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ യെസ്, സ്റ്റേറ്റ് പിയില് 5:6 ആണ് ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകളുടെ എണ്ണം അല്ലെ. സോ അതിനകത്ത് എത്രയായിരിക്കും? ഇവിടെ 5x-ഉം 6x-ഉം ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 6x ആണ് 2.1 ലാക്ക് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലെ. ഫീമെയിൽ പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ ആണ്. അപ്പൊ നമ്മൾ വേഗം ചെയ്യാണ്. 6x = 2.1 ലാക്ക് ആണ് അല്ലെ. അപ്പൊ x = എത്രയായിരിക്കും? 2.1 ലാക്ക് ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും അല്ലെ. സോ ദാറ്റ് മീൻസ് ഇതിപ്പോ നമുക്ക് ചെറുതാകണമെങ്കിൽ വേണമെങ്കിൽ 2,10,000 എന്ന് എടുക്കാം. ഓക്കെ, 2,10,000 ബൈ 6 എന്ന് എടുക്കുമ്പോൾ നമുക്കറിയാം 21 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം അല്ലെ. 3 6 18. ബാക്കി 3 ശിഷ്ടം. അപ്പൊ 30 എന്ന് പറയുമ്പോൾ 5 പ്രാവശ്യം. സോ അങ്ങനെ 35,000 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 35,000 ആയിരിക്കും അവിടെ എക്സിന്റെ വാല്യൂ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബിലോ പോവർട്ടി ലൈനിലുള്ള ടോട്ടൽ ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5x പ്ലസ് 3x. ദാറ്റ് ഈസ് മെയിൽസിന്റെ എണ്ണം 5x, ഫീമെയിൽസിന്റെ എണ്ണം 6x ആണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് 11x ആയിരിക്കും അല്ലെ. സോ ആ 11x എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ബിലോ പോവർട്ടി ലൈനിൽ ടോട്ടൽ ആളുകളുടെ എണ്ണം കിട്ടും അല്ലെ. സോ 11x = 11 ഇൻറ്റു 35,000 അല്ലെ. സോ നമുക്കറിയാം 35,000 ഇൻറ്റു 10 എന്ന് പറയുന്നത് 3,50,000 ആണ്. ഒരു 35,000 കൂടെ കൂട്ടണം, കാരണം 11 കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലെ. അപ്പൊ 3,50,000 പ്ലസ് 35,000 എത്രയായിരിക്കും? 3,85,000 ആയിരിക്കും അല്ലെ. 3,85,000 എന്ന് കിട്ടും, അല്ലെങ്കിൽ 3.85 ലാക്ക് എന്ന് എടുത്താലും മതി. അപ്പൊ അവിടെ ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3,85,000 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടേ? സ്റ്റേറ്റ് പിയിലെ ആരുടെ എണ്ണ വേണ്ടത്? നമുക്ക് മെയിൻ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ ആണ് വേണ്ടത് അല്ലെ. സോ 35% ആണ് ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകൾ.
എത്ര പെർസെന്റേജ് ആയിരിക്കും? 65% ആയിരിക്കും എബോവ് പോവർട്ടി ലൈനിലുള്ള ആളുകൾ. അപ്പൊ നമുക്ക് 65% ഒക്കെ കാണണം അല്ലെ? അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, അതായത് 35% ആണ് 3,85,000 എങ്കിൽ നിങ്ങളുടെ ടോട്ടൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കൊന്നും വേണ്ട. അപ്പൊ 35% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ആണ് 3,85,000. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെർസെന്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3,85,000 ഇൻറ്റു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 35% എന്നുള്ളതിന് 35/100 എന്ന് എഴുതുകയാണെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? 100/35 എന്നാവും അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെ ഇപ്പൊ വെട്ടിച്ചെറുതാക്കാൻ നിൽക്കണ്ട കേട്ടോ, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വെട്ടിച്ചെറുതാക്കാം. ഇതിപ്പോ ഇങ്ങനെ നിന്നോട്ടെ, നമുക്ക് കാരണം നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ അല്ല വേണ്ടത് അല്ലെ? ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഇതാണ് ടോട്ടൽ പോപ്പുലേഷൻ. സോ അതിനകത്ത് എബോവ് പോവർട്ടി ലൈനിലുള്ള ആളുകൾ എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആയിരിക്കും? 35%ന്റെ ബാക്കിയായിട്ടുള്ള 65% ആയിരിക്കും അല്ലെ? സോ ആ 3,85,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 35 ആണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. സോ അതിന്റെ 65% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 65/100 ആയിരിക്കും അല്ലെ? ഒരു സംഖ്യയുടെ 65% എങ്ങനെ നമ്മൾ കാണാം? 65/100 കണ്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമുക്കിത് വെട്ടിച്ചെറുതാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. എത്രയാ? 3,85,000 ഇൻറ്റു 100/35 ആണ് ടോട്ടൽ പോപ്പുലേഷൻ. അതേ ഇൻറ്റു അതിന്റെ 65% എന്ന് പറയുമ്പോൾ 65/100 എന്ന് കിട്ടി. ഇനി അതിനകത്ത് നമുക്ക് ആരുടെ ഇതാ വേണ്ടേ? മെയിൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈനാണ് വേണ്ടത് അല്ലെ? അപ്പൊ മെയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 6:7 ആണ് ടോട്ടൽ പോപ്പുലേഷനിലെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്ന സാധനം. എബോവ് പോവർട്ടി ലൈൻ ഉള്ളത് അല്ലെ? എബോവ് പോവർട്ടി ലൈനുള്ള ആളുകളുടെ എണ്ണം 6:7 ആണ് ആണല്ലോ. സോ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 6:7 ആണ് എബോവ് പോവർട്ടി ലൈൻ ഉള്ളതെങ്കിൽ ടോട്ടൽ 13 അല്ലെ? സോ അതില് എത്രയാണ് നമുക്ക് കാണേണ്ടത്? 6 ആണ് കാണേണ്ടത്. അപ്പൊ ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് 6/13. അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ ഒരൊറ്റ ഇക്വേഷൻ ആയിട്ട് എഴുതുന്നു. 3,85,000 എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ആ 3,85,000 ഇൻറ്റു 100/35 ആയിരിക്കും ടോട്ടൽ പോപ്പുലേഷൻ. 3,85,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 35% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ആയതുകൊണ്ട് ആ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 35% അപ്പുറത്തേക്ക് പോകുമ്പോൾ 100/35 എന്ന് വരും. ആ 100/35 അല്ലെങ്കിൽ 3,85,000 ഇൻറ്റു 100/35 എന്ന് പറയുന്ന ടോട്ടൽ പോപ്പുലേഷൻ. ആ ടോട്ടൽ പോപ്പുലേഷന് 65% ആയിരിക്കും എബോവ് പോവർട്ടി ലൈൻ ഉള്ളത്. അപ്പൊ നമ്മൾ 65/100 എന്ന് എഴുതി 65% കണ്ടുപിടിക്കാൻ. 6:7 ആണ് എന്തിന്റെ റേഷ്യോ? നമ്മുടെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ. അപ്പൊ നമ്മൾ എന്ത് എഴുതി? 6/13 എന്ന് നമുക്ക് അതിലെ മെയിലിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എഴുതി. ഇനി ഇതിലെ സാധനങ്ങൾ വെട്ടിച്ചെറുതാക്കിയാൽ മതി. ഓക്കെ. സോ അപ്പൊ ഏതൊക്കെ വെട്ടിപ്പോവും? ഇവിടെ ഓൾറെഡി 100 വെട്ടിപ്പോവും അല്ലെ? പിന്നെ നമുക്കറിയാം 35ഉം 65ഉം എന്തിൽ വെട്ടിക്കളയാം? നമുക്ക് 5ൽ വെട്ടിക്കളയാം അല്ലെ? 35ൽ 5 7 പ്രാവശ്യം പോവും. 65ൽ ഓറഞ്ച് 5 അല്ലെ? ബാക്കി 6 5 പോയ 1 ശിഷ്ടം വരും, 15 എന്ന് വരും. അപ്പൊ അങ്ങനെ 3 പ്രാവശ്യം പോകും. 3 5 15 അല്ലെ? സോ നോക്കൂ, അപ്പൊ 13 നമുക്ക് ഇവിടെ വെട്ടിക്കളഞ്ഞൂടെ? പറ്റും അല്ലെ? ഇനി 7 3,85,000 വെട്ടിക്കളയാം അല്ലെ? 38ൽ 7 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. 7 35. ബാക്കി 3 ശിഷ്ടം 38 35 പോയ ബാക്കി 3 ശിഷ്ടം ഉണ്ടാവും. ആ 5 കൂടെ ഇറക്കി 35. വീണ്ടും 5 പ്രാവശ്യം. സോ 55,000 എന്ന് കിട്ടും അല്ലെ? ഇനി 55,000 ഇൻറ്റു 6 ഗുണിച്ചാൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? 55,000 ഇൻറ്റു 6 എത്രയായിരിക്കും? 50,000 ഇൻറ്റു 6 3 ലക്ഷം അല്ലെ? 5,000 ഇൻറ്റു 6 30,000. 3,30,000. ദാറ്റ് മീൻസ് എത്രയായിരിക്കും ആൻസർ? 3.3 lakh ആയിരിക്കും. കണ്ടോ? അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ വെട്ടിച്ചെറുതാക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കുറെ സാധനങ്ങൾ വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. അപ്പൊ ഒറ്റയടിക്ക് എഴുതിയാൽ മതി. മറ്റേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ കുറെ സമയം എടുക്കും അത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് മെയിൽസ് ബിലോ പോവർട്ടി ലൈൻ ഫോർ സ്റ്റേറ്റ് Q ഈസ് 2.4 അല്ലെ? പോപ്പുലേഷൻ ഓഫ് മെയിൽസ് ബിലോ പോവർട്ടി ലൈൻ ഫോർ സ്റ്റേറ്റ് Q ഈസ് 2.4 lakh and that for state T is 6 lakh. Then the total population of state Q and T are in the ratio എന്നാണ് ചോദ്യം. അപ്പൊ നമ്മളിവിടെ സ്റ്റേറ്റ് ക്യൂയിലെയും സ്റ്റേറ്റ് ടിയിലെയും എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ പോപ്പുലേഷൻസ് കണ്ടുപിടിക്കണം. സോ നമ്മളിപ്പോ ചെയ്ത അതേ മെത്തഡിൽ തന്നെ അല്ലെ? നമ്മൾ സ്റ്റേറ്റ് ക്യൂവിന്റെ കേസ് എടുക്കുന്നു. സ്റ്റേറ്റ് ക്യൂവില് അല്ലെ? സ്റ്റേറ്റ് ക്യൂ എവിടെ? സ്റ്റേറ്റ് ക്യൂവില് നമുക്കറിയാം ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് മെയിൽസ് ബിലോ പോവർട്ടി ലൈൻ അല്ലെ? ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് മെയിൽ ആണ് അല്ലെ? സോ ബിലോ പോവർട്ടി ലൈനിലുള്ള മെയിലിന്റെ റേഷ്യോ എത്രയാണ്? 3 ആണ്. സോ നമ്മൾ 3:5 എന്ന് പറയുമ്പോൾ 3x ഉം 5x ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിലെ 3x ആണ് എത്രയെന്ന് പറയുന്നത്? 2.4 lakh എന്ന് പറയുന്നത് അല്ലെ? സോ നമുക്ക് അവിടെ നിന്ന് കിട്ടും എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 2.4/3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 0.8 ആണ് അല്ലെ?
24 3 8 പ്രാവശ്യമാണ് പോവാ. അപ്പൊ 2.4 0.8 ടൈംസ് ആയിരിക്കും പോവാ. ദാറ്റ് ഈസ് 0.8 ലാക്ക് അല്ലെങ്കിൽ 80,000 അല്ലെ. സോ എക്സിന്റെ വാല്യൂ കിട്ടി. സോ ഇനി നമുക്ക് വേണ്ടത് അവിടുത്തെ ബിലോ പോവർട്ടി ലൈനിൽ ടോട്ടൽ പോപ്പുലേഷൻ എത്രയായിരിക്കും? 3x പ്ലസ് 5x ആയിരിക്കും, 8x ആയിരിക്കും അല്ലെ. അപ്പൊ 8x നമ്മൾ കണ്ടുപിടിക്കുന്നു. 8x മീൻസ് 0.8 ഇൻറ്റു 8 അല്ലെ. എത്രയായിരിക്കും വരിക? 6.4 ലാക്ക് എന്ന് കിട്ടും അല്ലെ. അപ്പൊ ആ 6.4 ലാക്ക് ആണ് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് അല്ലെ. 6.4 ലാക്ക് ആണ്. സോ ആ 6.4 ലാക്ക് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ്? 25% ആണ് അല്ലെ. ആ 25% ആണ് നമുക്കറിയാം 6.4 ലാക്ക് എന്ന് പറയുന്ന സാധനം. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഇത് ഉപയോഗിക്കാം. ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കില്ലേ. സോ 25% എത്ര കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 100% ആക്കാൻ വേണ്ടി പറ്റും? 4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. സോ ദാറ്റ് മീൻസ് 6.4 ഇൻറ്റു 4 എത്രയായിരിക്കും വരിക? 6 4 നമുക്കറിയാം 6 ഇൻറ്റു 4 24. 0.4 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 1.6 25.6 ആയിരിക്കും വരിക. അല്ലെങ്കിൽ 6.4 ഇൻറ്റു 4 എത്രയാന്ന് ഗുണിച്ചു നോക്കാം. 4 4 16, ബാക്കി 1 6 4 24 1 25 അല്ലെ. സോ അങ്ങനെ വരും 25.6 എന്ന് കിട്ടും. സോ 25.6 ലാക്ക് ആയിരിക്കും എവിടത്തെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ സിറ്റി ക്യൂവിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇതേപോലെ നമ്മൾ ആരുടെ കണ്ടുപിടിക്കണം? സിറ്റി ടിയിലെ കണ്ടുപിടിക്കണം. സോ സിറ്റി ടിയിലെ നമുക്ക് നോക്കാം. സിറ്റി ടിയില് ദാറ്റ് ഫോർ സ്റ്റേറ്റ് ടി ഈസ് 6 ലാക്ക് എന്ന് പറയുമ്പോൾ മെയിൽസിന്റെ എണ്ണം തന്നെയാണ്, ബിലോ പോവർട്ടി ലൈൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ സിറ്റി ടിയിലെ കേസ് നമ്മൾ നോക്കുകയാണ്. ഇതവിടെ സിറ്റി ടി അല്ലെ. സിറ്റി ടി എന്ന് പറയുന്നതിൽ 15% ആണ് ടോട്ടൽ പോപ്പുലേഷനിൽ ബിലോ പോവർട്ടി ലൈൻ ഉള്ളത്. ഇതിൽ 5:3 ആണ് അല്ലെ. സോ 5:3 എന്ന് പറയുന്ന സാധനം എന്ന് പറയുമ്പോൾ 5x plus 3x എന്ന് വരും അല്ലെ. 5x plus 3x എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? 8x എന്ന് വരും അല്ലെ. 5x plus 3x 8x. അതിൽ 5x ആണ് മെയിൽ പോപ്പുലേഷൻ അല്ലെ. ആ 5x ആണ് ഇവിടെ 6 ലാക്ക് എന്ന് തന്നിരിക്കുന്നത് അല്ലെ. 6 ലാക്ക് എന്ന് പറയുമ്പോൾ 5x എന്ന് കിട്ടി. സോ x കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 6 ലാക്ക് ഡിവൈഡ് ബൈ 5 ചെയ്യണം. സോ 6/5 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടാം? 6 5 ഒരു പ്രാവശ്യം അല്ലെ. 5 5 ബാക്കി ഒന്ന് ശിഷ്ടം അല്ലെ. എന്നിട്ട് നമ്മൾ പോയിന്റ് ഇട്ടതിന് ശേഷം 0 കൂടെ ഇറക്കി എഴുതുമ്പോൾ 2 പ്രാവശ്യം ഈ 5 10. സോ ദാറ്റ് മീൻസ് 1.2 ലാക്ക് കിട്ടും. ഇങ്ങനെ കിട്ടാത്തവര് 6 ലക്ഷം മുഴുവനായിട്ട് എഴുതിയിട്ട് 5 വെച്ച് വെട്ടിച്ചെറുതാക്കാം കേട്ടോ. 1,20,000 തന്നെയാണ് കിട്ടുക. സോ 1.2 ലാക്ക് എന്ന് കിട്ടി എക്സിന്റെ വാല്യൂ അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് മെയിൽസ് 5x ഫീമെയിൽസ് 3x ആണ്. സോ 5x plus 3x 8x ആയിരിക്കും അല്ലെ. സോ ആ 8x കണ്ടുപിടിക്കണം. സോ 8x കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1.2 ഇൻറ്റു 8 നമ്മൾ ഗുണിക്കണം. ദാറ്റ് ഈസ് 9.6 ലാക്ക് എന്ന് കിട്ടും അല്ലെ. സോ 9.6 ലാക്ക് ആണ് ടോട്ടൽ ടോട്ടൽ പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. അത് എത്ര പെർസെന്റേജ് ആണ്? 15% ആണ് അല്ലെ. സോ 15% ഓഫ് ആണ് 9.6 ലാക്ക് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്നുകിൽ 5% കണ്ടുപിടിച്ചിട്ട് 20 കൊണ്ട് ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 15% എന്ന് പറഞ്ഞാൽ 15/100 ആണല്ലോ. അപ്പൊ നമ്മൾ സിറ്റി ടിയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 9.6 ലാക്ക് എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ 9,60,000 എന്ന് എഴുതാം. ഓക്കെ, ഒന്ന് എളുപ്പത്തിൽ വെട്ടിച്ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റു എത്ര? 100/15 വരും അല്ലെ. 15% എന്ന് പറയുമ്പോൾ 15/100 ആയിരിക്കും അവിടെ വരിക. 100/15 വരും അല്ലെ. ചെറുതാക്കാം. നമുക്ക് നോക്കാം. 96,000 എത്ര പ്രാവശ്യം 15 പോകുന്ന? 15 ഇൻറ്റു 6 ആണ് 90 അല്ലെ. ബാക്കി 6 സിസ്റ്റം വരും. 0 കൂടെ ഇറക്കി എഴുതുമ്പോൾ 4 പ്രാവശ്യം പോകും. സോ 64,000 എന്ന് കിട്ടും. ആ 64,000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 64 ലക്ഷം അല്ലേ വരിക അല്ലെ. 64 പിന്നെ എത്ര 0 3 2 5 0 അല്ലെ. ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം 64 ലക്ഷമായിരിക്കും എവിടുത്തെ സിറ്റി ടിയിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വേണ്ടി കണ്ടുപിടിക്കേണ്ട എന്ത് തമ്മിലുള്ള റേഷ്യോ ആണ്? ക്യൂയിലെയും ടിയിലെയും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പൊ ക്യൂയില് 24.6 ലാക്ക് ആണ് ടോട്ടൽ. സോ ഡിവൈഡഡ് ബൈ 64 ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ 0 പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്താ? 256 എന്ന് മുകളിൽ എഴുതാം. അപ്പൊ ഇവിടെ താഴെയും അതേപോലെ ഒരു സ്ഥാനം മാറ്റണം. പക്ഷെ അവിടെ സ്ഥാനം മാറ്റാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുക്കും. സോ 256/640 ചെയ്താൽ നമുക്ക് ആൻസർ ഇടും. അത് നമുക്കറിയാം 256 640 എന്തിൽ പോവും? കോമൺ ആയിട്ട് 256 640 എന്തിലായിരിക്കും പോവാ? പെട്ടെന്ന് നമുക്ക് കിട്ടുക 2 പോവും. എന്ത് കിട്ടും അല്ലെ? 8 ഇതിലൊക്കെ പോവും. ഓക്കെ, നമുക്കിപ്പോ തൽക്കാലം 16 പോവും കേട്ടോ ഈ സാധനങ്ങൾ. 256 16ന്റെ സ്ക്വയർ ആണല്ലോ 256, അത് കിട്ടും. നമുക്കറിയാം 16 ഇൻറ്റു 4 ആണ് എന്ത്?
64. സോ 40 പ്രാവശ്യം 640 പോകും. ഇനി 16 40 എന്തിൽ പോവും? 4 പോവില്ലേ? വീണ്ടും നമ്മൾ വെട്ടിച്ചെറുതാക്കാണ് 16 അല്ലെങ്കിൽ 8 പോവില്ലേ? 16 40 അല്ലെ? അപ്പൊ 8 വെച്ച് വെട്ടിച്ചെറുതാക്കാണ് 16 8 എന്ന് പറയുന്ന 2 പ്രാവശ്യം അല്ലെ? ഇരട്ട് 16. 40 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. സോ 2/5 എന്ന് കിട്ടും അല്ലെ? 2/5 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും റേഷ്യോ? 2:5 ആയിരിക്കും റേഷ്യോ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ സാധനത്തിന് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് ബിലോ പോവർട്ടി ലൈൻ പീപ്പിൾ ഇൻ സിറ്റി ആർ ഈസ് 60,000 അല്ലെ? ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് ബിലോ പോവർട്ടി ലൈൻ പീപ്പിൾ ഇൻ സിറ്റി ആറിലെ ബിലോ പോവർട്ടി ലൈനിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് 60,000 ആണ്. എന്ന് വെച്ചാൽ എത്ര പെർസെന്റേജ്? 24% 60,000 ആണെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ടോട്ടൽ പോപ്പുലേഷന് 24% എന്ന് പറയുന്നത് 60,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു. ഇനി എന്താ ചോദ്യം പറഞ്ഞേക്കണേ? യെസ്. Then find the female population of city R in both below poverty line and above poverty line. അപ്പൊ സിറ്റി ആറിലെ ബിലോ പോവർട്ടി ലൈനിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ കാണണം. സോറി, ഫീമെയിൽ പോപ്പുലേഷൻ കാണണം. എബോവ് പോവർട്ടി ലൈനിലെ ഫീമെയിൽ പോപ്പുലേഷൻ കാണണം. എന്നിട്ട് രണ്ടും കൂടെ കൂടണം അല്ലെ? അപ്പൊ 24,000 എന്ന് പറയുന്നത് 60,000 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കണോ? വേണോ? യെസ്. സോ നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ബിലോ പോവർട്ടി ലൈനിലുള്ള ഫീമെയിൽസിന്റെ എണ്ണം എത്രയാണ് നമുക്ക് ആദ്യം നോക്കാം അല്ലെ? ബിലോ പോവർട്ടി ലൈനിൽ 2 ആണ് അവിടുത്തെ റേഷ്യോ. അതായത് 60,000ന്റെ അല്ലെ മൊത്തത്തിൽ നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുള്ളൂ? 1 + 2 3 തിരിച്ചിരിക്കുന്നു. അതിൽ 2 ഭാഗം ആരാണ്? ഫീമെയിൽസ് ആണ് അല്ലെ? സോ ഇവിടെ നമുക്കറിയാം 3 60,000 എത്ര പ്രാവശ്യം പോവും? 20,000 പ്രാവശ്യം പോവും അല്ലെ? 20,000 × 2 നമുക്ക് എത്രയെന്ന് കിട്ടും? 40,000 എന്ന് നമുക്ക് അവിടെ എന്തിന്റെ ഇത് കിട്ടും? ആരുടെ എണ്ണം കിട്ടും? നമ്മുടെ ബിലോ പോവർട്ടി ലൈനിലുള്ള ഫീമെയിൽസിന്റെ എണ്ണം കിട്ടും. ഓക്കെ, ഇപ്പൊ ഫീമെയിൽസ് ബിലോ പോവർട്ടി ലൈൻ, ബിലോ പോവർട്ടി ലൈനിലുള്ള ഫീമെയിൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് 40,000 കിട്ടി. ഇനി അതേപോലെ എബോവ് പോവർട്ടി ലൈനിലുള്ള ഫീമെയിൽസിന്റെ എണ്ണം കണ്ടുപിടിക്കണം അല്ലെ? അത് നമുക്കറിയാം 2:3 ആണ് വരുന്നത് അല്ലെ? ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്കത് ചെയ്യാം. സോ ടോട്ടൽ 24% ടോട്ടൽ ഉള്ള ആളുകളുടെ 24% ആണ് 60,000 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ കണ്ടുപിടിച്ച് എത്രയായിരിക്കും എബോവ് പോവർട്ടി ലൈനിലുള്ള ടോട്ടൽ ആളുകളുടെ പെർസെന്റേജ് എന്ന് പറയുന്നത്? 24% ബിലോ പോവർട്ടി ലൈൻ ആണെങ്കിൽ എബോവ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 - 24 76% ആയിരിക്കും അല്ലെ? സോ ആ 76% നമുക്ക് കണ്ടുപിടിക്കണം. സോ എങ്ങനെ 76% കണ്ടുപിടിക്കാം? ഇത്രേ ഉള്ളൂ. 24% 60,000 ആണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 60,000 ഇൻറ്റു 100/24 ആയിരിക്കില്ലേ? സംശയമുണ്ടോ? 24 നമ്മൾ നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെ, മറ്റേ ക്വസ്റ്റിലൊക്കെ ചെയ്ത പോലെ 24% 60,000 ആണെങ്കിൽ 24/100 ഇൻറ്റു ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ആർ എന്ന് പറയുന്ന 60,000 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ 24% അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 100/24 എന്ന് വരും അല്ലെ? സോ ഇൻറ്റു അതിന് എത്ര പെർസെന്റേജ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട? 76% ആണ് അല്ലെ? അപ്പൊ ആരുടെ? എബോവ് പോവർട്ടി ലൈനിലുള്ള ടോട്ടൽ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 76% കണ്ടുപിടിക്കണം. സോ 76/100. ഇനി അതില് ഫീമെയിൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലെ? സോ 3 ബൈ ടോട്ടൽ എത്രയായിരിക്കും? 2 + 3 5 ആയിരിക്കും. സോ ഇത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫീമെയിൽ പോപ്പുലേഷൻ എബോവ് പോവർട്ടി ലൈൻ കിട്ടും അല്ലെ? ഓൾറെഡി ബിലോ പോവർട്ടി ലൈനിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എബോവ് പോവർട്ടി ലൈനിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് അല്ലെ? സോ നമുക്കറിയാം 24 ഏതൊക്കെ വെട്ടിക്കളയാം? ഇവിടെ 100 ഓൾറെഡി വെട്ടിക്കളയാം. നമുക്ക് ചെറുത് വെട്ടിക്കളയാം. 24 3 എത്ര പ്രാവശ്യം പോകുന്നറിയാം? 8 പ്രാവശ്യം പോകുന്നറിയാം അല്ലെ? സോറി. പിന്നെ 8ഉം 76ഉം 4ന് പോകും നമുക്കറിയാം. 8ല് 4 2 പ്രാവശ്യം, 76ല് 24 പ്രാവശ്യം ആയിരിക്കും പോവാ. നമുക്ക് നോക്കാം. സോറി 24 പോവില്ല. 4 അല്ലേ? ഒരു പ്രാവശ്യം 36 19 പ്രാവശ്യം അല്ലെ? സോ 19 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്തൊക്കെ വെട്ടിക്കളയാൻ വേണ്ടി പറ്റും? 2 × 5 10 അല്ലേ? അതും ഇവിടുത്തെ ഒരു 0 കൂടെ പോവില്ലേ അല്ലെ? പിന്നെ എന്ത് ചെയ്താൽ മതി? 6000 × 19 വിളിക്കാം. 19 × 6000 എന്ന് പറയുമ്പോൾ 20 × 6000, 20 × 6 എന്ന് പറയുമ്പോൾ 120 ആണ്. 30 × 6 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരു 6 കുറവ് അല്ലെ? അപ്പൊ എത്രയായിരിക്കും വരിക? 114 ആയിരിക്കും വരിക അല്ലെ? അപ്പൊ 19 × 6 എന്ന് പറയുമ്പോൾ 114, പിന്നെ എത്ര പൂജ്യവും? ഒരു 3 പൂജ്യം കൂടെ വരും. 1,14,000 ആയിരിക്കും അവിടത്തെ എന്തെന്ന് പറയുന്ന സാധനം അല്ലെ? 1,14,000 എന്ന് കിട്ടും. ആ 1,14,000വും 40,000 കൂടെ കൂട്ടുന്നതായിരിക്കും ടോട്ടൽ അവിടുത്തെ സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത്. 1,14,000 + 40,000. ഓക്കെ, അപ്പൊ എത്രയായിരിക്കും കിട്ടുക?
0.000 അല്ലെ 451. അപ്പൊ 1.54 ലാക്ക് ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. കിട്ടുന്നില്ലേ? യെസ്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിലും എളുപ്പമുള്ള വഴികൾ മേ ബി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ മെത്തേഡ് ഒക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ എക്സ് ഒന്നും കണ്ടുപിടിക്കാണ്ട് ചെയ്യാം കേട്ടോ. 5x 2x ഒന്നും അങ്ങനെയൊന്നും ഇല്ലാണ്ട് ചെയ്യാം. ഞാനത് കുറച്ചുകൂടെ ക്ലിയർ ആവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്താണ്. അല്ലാതെ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് അവിടെ എക്സ് ഒന്നും എടുക്കാണ്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആവുമ്പോഴേക്കും ഞാൻ അതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന്റെ കുറച്ചുകൂടെ എളുപ്പമുള്ള വഴികൾ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ 54 കിലോമീറ്റർ പെർ അവർ ഇസിക്കൽ ടു ഡേഷ് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇവിടുത്തെ സംഭവം അല്ലെ. സോ നമ്മള് ചെറുതായിട്ടൊന്ന് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് തുടങ്ങി വെക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അടുത്ത ക്ലാസ്സിലായിരിക്കും സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൂടുതൽ വരിക. പക്ഷേ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബേസ് ഇട്ട് വെക്കാം അല്ലെ. ആണ് 54 കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സംഭവം. എന്താണ് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ പോകുന്നു. എന്താണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഇത്ര മീറ്റർ പോകുന്നു എന്നതാണ്. സോ 54 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി 54 into 5/18 ഗുണിച്ചാൽ മതി. ഓക്കെ, സോ ആ 5/18 എന്ന് പറയുന്ന സാധനം ഓർത്ത് വയ്ക്കുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ഗുണിക്കേണ്ടത് എന്തുകൊണ്ടാണ്? 5/18 കൊണ്ടാണ്. സോ അവിടെ നമുക്കറിയാം 54 18 എത്ര പ്രാവശ്യം വെട്ടി പോവും? 3 പ്രാവശ്യം പോകും എന്നറിയാം. അല്ലെങ്കിൽ 9 പോവും എന്നറിയാം. 54 9 പോവും, 18 9 പോവും. സോ 18 2 പ്രാവശ്യം 9 പോവും, 54 6 പ്രാവശ്യം 9 പോവും, 9 6 54, പിന്നെ 6 2 വെട്ടിക്കളയാം. അങ്ങനെ 3 കിട്ടും. സോ 3 into 5 എത്ര കിട്ടും? 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കാറില്ല. ഇത് നമ്മളൊരു ഹിന്റ് മാത്രം. ഓക്കെ, ചില ചോദ്യങ്ങൾക്ക് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് അറിയണം. ഓക്കെ, അടുത്ത് തിരിച്ചാണ് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുന്നത്. നേരെ തിരിച്ച് നമ്മൾ നേരത്തെ എത്ര വെച്ചായിരുന്നു ഗുണിച്ച്? 5/18 വെച്ചല്ലേ. ഇവിടെ 18/5 ഗുണിക്കാം. അപ്പൊ എത്രയായിരിക്കും ആൻസർ? 20 into 18/5 എന്ന് പറയുമ്പോൾ ഇവിടെ 5 20 4 പ്രാവശ്യം പോവും അല്ലെ. 4 into 18 എന്ന് പറയുമ്പോൾ 72 കിലോമീറ്റർ പെർ അവർ കിട്ടും. അതായത് ഒരു സെക്കൻഡിൽ 20 മീറ്റർ പോകുന്ന ഒരു വാഹനം ഒരു മണിക്കൂറിൽ 72 കിലോമീറ്റർ പോകും. അതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, 72 കിലോമീറ്റർ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. If a train moves 100 meter in 10 seconds, then how much kilometer the train will cover in 2 hours എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ ചോദ്യം എന്ന് പറയുന്ന സാധനം നമുക്ക് കാണുമ്പോൾ ഇത് എന്തോ വലിയ സാധനമായിട്ടൊക്കെ തോന്നും. പക്ഷെ വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു ട്രെയിൻ 100 മീറ്റർ 10 സെക്കൻഡിൽ പോകുമെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കുക? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്പീഡ് ഇസ് ഇക്വൽ ടു രണ്ട് രീതിയിൽ സ്പീഡ് പറയും. മീറ്റർ പെർ സെക്കൻഡ് പറയും, കിലോമീറ്റർ പെർ അവർ പറയും. എങ്ങനെയാണെങ്കിലും മീറ്റർ ആയാലും കിലോമീറ്റർ ആയാലും ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന സംഭവമാണ് അല്ലെ. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സെക്കൻഡ് ആണെങ്കിലും മണിക്കൂർ ആണെങ്കിലും എന്തിനെ സൂചിപ്പിക്കുന്ന സംഭവമാണ്? ടൈമിനെ സൂചിപ്പിക്കുന്ന സംഭവമാണ്. അപ്പൊ സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം 100 മീറ്റർ 10 സെക്കൻഡ് അല്ലെ. സോ 100 മീറ്റർ 10 സെക്കൻഡ്സ് പറയുമ്പോൾ 100/10 ദാറ്റ് ഈസ് 10. പിന്നെ മീറ്ററും സെക്കൻഡും ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ സ്പീഡ്. സോ ഇവിടെ ചോദ്യം 2 മണിക്കൂറിൽ എത്ര ദൂരം പോകുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. ഹൗ മച്ച് കിലോമീറ്റർ എന്നുള്ളതാണ് ചോദ്യം. സോ 10 മീറ്റർ പെർ സെക്കൻഡിൽ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? നമ്മളിപ്പോ പഠിച്ചോളൂ 18/5 കൊണ്ട് ഗുണിക്കണം അല്ലെ. സോ 10 5 2 പ്രാവശ്യം 2 into 18 36 കിലോമീറ്റർ എന്ന് നമുക്ക് കിട്ടും. 36 കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ 36 കിലോമീറ്റർ പോകും. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂറിൽ എത്ര ദൂരം പോകും? ഒരു മണിക്കൂറിൽ 36 കിലോമീറ്റർ ആണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് 72 കിലോമീറ്റർ അല്ലെ. അതിന്റെ ഇരട്ടി ആയിട്ട് 72 കിലോമീറ്റർ ആയിരിക്കുമ്പോൾ സോ ദാറ്റ്സ് 72 കിലോമീറ്റർ പെർ അവർ. സോറി, കിലോമീറ്റർ പെർ അവറിൽ 72 കിലോമീറ്റർ in 2 hours. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ മറ്റേ ഇതാണ് അല്ലെ. ഇൻ എ ക്ലാസ് ദ റേഷ്യോ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് ടു മെയിൽ സ്റ്റുഡൻസ് ഈസ് 70:8. വാട്ട് പെർസെന്റേജ് ഓഫ് ദ ക്ലാസ് ഈസ് ഫീമെയിൽ സ്റ്റുഡൻസ്? ഓക്കെ, ഇതൊരു ഹിന്റ് ആണ്. ചില ചോദ്യങ്ങൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ചില ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ എത്രയാണ് ഇവിടുത്തെ ഫീമെയിൽ സ്റ്റുഡൻസ് എന്ന് കണ്ടുപിടിക്കാനുള്ള വഴി അതിനകത്ത് ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ കണ്ടുപിടിക്കണ്ട. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ നമ്മൾ ചെയ്ത പോലെ നമ്മൾ എങ്ങനെയാ സാധാരണ എടുക്കുക? 17x ആണ് മെയിൽ സ്റ്റുഡൻസ്, ഫീമെയിൽ സ്റ്റുഡൻസ് 8x ആണ് മെയിൽ സ്റ്റുഡൻസ് എന്ന് എടുക്കും അല്ലെ. സോ 17x plus 8x 25x ആണ് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് എടുക്കും.
സോ നമ്മൾ എങ്ങനെയാ സാധാരണ ആ എക്സിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോ അതില്ലാതെ തന്നെ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, പെർസെന്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ എക്സ് കണ്ടുപിടിക്കാനുള്ള വഴി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ ആ വഴികളൊന്നുമില്ല. സോ ഇങ്ങനെ ഞാൻ ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇട്ടേന്റെ ഉദ്ദേശം അതാണ്. അതായത് അങ്ങനെ വന്നാലും എക്സ് കണ്ടുപിടിക്കാനുള്ള വഴി ഉണ്ട് എന്നുള്ളത് സംഭവം വന്നാലും അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. സോ ഇവിടുത്തെ ഫീമെയിൽ സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാണ്? 17x ആണ് അല്ലെ. അപ്പൊ 17x നിങ്ങൾ എടുക്കണ്ട, ജസ്റ്റ് 17 എടുക്കുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 17 പ്ലസ് 8 25 ആണ്. സോ 17/25 into 100 ഇതാണ്. ഓക്കെ, ടോട്ടൽ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 25x ആണ്. പക്ഷെ എക്സ് വേണ്ട, ഇനി എക്സ് അവിടെ ഇട്ടാലും 17x/25x ഇട്ടാലും എക്സ് ക്യാൻസൽ ആയി പോകില്ലേ. സോ അത് ഇടുന്നില്ല കേട്ടോ, അത്ര. അപ്പൊ 17/25 into 100 എന്ന് പറയുമ്പോൾ എത്ര ഇടാം? 25 100 എത്ര പ്രാവശ്യം പോകും? 4. അങ്ങനെ 17 into 4, 4 7 28, ഒരു 4 4 ഉണ്ട് 6, 68% ആയിരിക്കും ഇവിടുത്തെ ഫീമെയിൽ സ്റ്റുഡൻസിന്റെ എണ്ണം. മെയിൽ സ്റ്റുഡൻസിന്റെ പെർസെന്റേജ് ആണ് ചോദ്യമെങ്കിലോ നമുക്ക് ഇവിടെ അറിയാം 100 മൈനസ് 68 32% ആയിരിക്കും അറിയാം. അല്ലാതെ ഡയറക്റ്റ് ആണ് ചോദിക്കുന്നെങ്കിൽ, അതായത് ഫീമെയിൽ സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 8 ആണ് മെയിൽ സ്റ്റുഡൻസിന്റെ റേഷ്യോനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 17 പ്ലസ് 8 25 ആണ്, into 100. സോ ഇവിടെ 25 100 4 പ്രാവശ്യം, ദാറ്റ് ഈസ് 8 into 4 32%. ഓക്കെ ആണല്ലോ. മെയിൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് 32% ആയിരിക്കും. ഇവിടെ ഫീമെയിൽസിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 68% ആയിരിക്കും. ഓക്കെ, അപ്പോ ചില ചോദ്യങ്ങളിൽ ഇതില് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവങ്ങൾ വരും. അതായത് അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് കണ്ടുപിടിക്കാനുള്ള വഴി ഉണ്ടാവും, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാനുള്ള വഴി ഉണ്ടാവും. പക്ഷെ അതൊന്നും കണ്ടുപിടിക്കേണ്ട, റേഷ്യോ തന്നിട്ട് ഇതിൽ എത്രയാണ് ഫീമെയിൽ സ്റ്റുഡൻസിന്റെ പെർസെന്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫീമെയിൽ സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന റേഷ്യോയിലെ നമ്പർ എത്രയാണ്, അതേ ഡിവൈഡ് ബൈ രണ്ടും കൂടെ കൂട്ടുമ്പോഴുള്ള നമ്പർ എത്രയാണ്, into 100 ചെയ്യുക. അത്രേ ഉള്ളൂ പണി. ഓക്കെ ആണല്ലോ. യെസ്. അടുത്ത ചോദ്യം എന്താ? എ 500 meter long train running at a speed of 100 meter per second crosses a tunnel in 10 seconds. What is the length of the tunnel? എന്നാണ് ചോദ്യം അല്ലെ. സോ ഇവിടുത്തെ ചോദ്യത്തില് നമ്മൾ ചെയ്യേണ്ട സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്പീഡ് 100 meter per second എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടാണ്, 500 meter ആണ് ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഒരു ടണല്, ഓക്കെ, ഒരു ടണൽ ഇങ്ങനെ ഇരിക്കുന്നേ, ഒരു ടണൽ ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഒരു ട്രെയിൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. ട്രെയിനിന്റെ ഫസ്റ്റ് ഭാഗം ഈ ടണലിന്റെ ഫസ്റ്റ് ഭാഗത്തെ കടന്നുപോയി. അപ്പൊ ട്രെയിൻ പൂർണ്ണമായും ടണലിനെ കടന്നുപോയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ടണൽ ട്രെയിൻ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് എന്ത് ചെയ്തു? ട്രെയിനിന്റെ ഫസ്റ്റ് ഭാഗം ഇവിടെ ഈ ടണലിന്റെ ലാസ്റ്റ് ഭാഗത്തെ കടന്നുപോയി. അപ്പൊ ട്രെയിൻ പൂർണ്ണമായും ആ ടണലിനെ കടന്നുപോയി എന്ന് പറയാൻ പറ്റുമോ? ട്രെയിനിന്റെ കുറച്ച് ഭാഗം എപ്പോഴും ടണലിന്റെ അകത്തല്ലേ അല്ലെ. എപ്പോഴാണ് നമുക്ക് ടണലിനെ പൂർണ്ണമായും ആ ട്രെയിൻ ക്രോസ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി പറ്റാം? ട്രെയിനിന്റെ ലാസ്റ്റ് ബോഗിയും ടണലിനെ കടന്നു പോകുമ്പോഴാണ് ടണലിനെ പൂർണ്ണമായും ഒരു ട്രെയിൻ കടന്നുപോയി എന്ന് പറയാൻ പറ്റാം. അപ്പൊ ആ ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ട്രെയിൻ തുടങ്ങിയ സമയം മുതൽ ലാസ്റ്റ് വരെ എത്ര ദൂരം സഞ്ചരിച്ചു നോക്കിയേ. ആ ടണലിന്റെ നീളം മൊത്തത്തിൽ കവർ ചെയ്ത് വന്നു, പ്ലസ് ആ ട്രെയിനിന്റെ നീളവും കൂടെ കവർ ചെയ്ത് പോയി അല്ലെ. സോ ദാറ്റ് മീൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ ഒരു ട്രെയിന് ടണലിനെ കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിക്കുന്ന സമയങ്ങളിലും, അല്ലെങ്കിൽ ഒരു ട്രെയിന് ഒരു ടണലിനെ കടന്നു പോകാൻ എടുക്കുന്ന മറ്റേ ടണലല്ല, മറ്റേ പ്ലാറ്റ്ഫോമിനെ കടന്നു പോകാൻ എടുക്കുന്ന ടൈം ചോദിക്കുന്ന സമയങ്ങളിൽ ഒക്കെ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിനിന്റെ ലെങ്ത്, ഓക്കെ, ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ടണലിന്റെ ലെങ്ത് ആണ് ഇവിടെ വരിക. ഓക്കെ, ട്രെയിൻ പ്ലസ് ടണലിന്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ്, ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് എന്തിനേ ഉള്ളൂ? ട്രെയിനിനെ ഇവിടെ സ്പീഡ് ഉള്ളൂ അല്ലെ. അപ്പൊ ട്രെയിനിന്റെ സ്പീഡാണ്, സ്പീഡ് ഓഫ് ട്രെയിൻ ആണ് ഇവിടെ വരിക താഴെ. ഓക്കെ, സോ ഇതായിരിക്കും ഇക്വേഷൻ. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ട്രെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ചോദ്യങ്ങളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ടൈം എത്രയെന്ന് പറഞ്ഞു? 10 സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. സോ 10 എന്ന് എഴുതാം, ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് നമുക്കറിയാം 500 മീറ്റർ ആണ്, ടണലിന്റെ ലെങ്ത് നമുക്ക് തൽക്കാലം ടി എന്ന് എടുക്കാം, ടണലിന്റെ ലെങ്ത് ആയതുകൊണ്ട്, ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എത്രയാ? 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ എല്ലാം മീറ്ററിലും സെക്കൻഡിലും ആയതുകൊണ്ട് തന്നെ 100 തന്നെ എടുത്താൽ മതി. കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ നമ്മൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം ലെങ്ത് ഒക്കെ മീറ്ററിൽ പറയുന്നു, സമയമൊക്കെ സെക്കൻഡിൽ പറയുന്നു, എന്നിട്ട് നമ്മൾ കിലോമീറ്റർ പെർ അവറിൽ അവിടെ എടുത്തു വെക്കുന്നതിൽ അർത്ഥമില്ല. സോ അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ ഓൾറെഡി മീറ്റർ പെർ സെക്കൻഡിൽ ആയതുകൊണ്ട് 100 നേരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 100 into 10 എന്ന് പറയുമ്പോൾ 1000 എന്ന് കിട്ടും അല്ലെ. സോ 1000 is equal to 500 plus t എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് ടണലിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഈ 500 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 1000 minus 500 is equal to 500 ആയിരിക്കും. സോ ടണലിന്റെ ലെങ്ത് എത്രയെന്ന് കിട്ടി? 500 മീറ്റർ എന്ന് കിട്ടി. ഉണ്ടോ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ ഫോളോയിങ് സീരീസ് അല്ലെ. ആ സീരീസിലെ മിസ്സിംഗ് ടേം കണ്ടുപിടിക്കണം. സോ എത്രയായിരിക്കും വരിക? 2 into 9 അല്ലെ. 2 9 ആയി, 2 into 9 അല്ല, 2 9 ആയി,
9 37 37 149 ഇനി എന്തായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം. സോ എന്താണ് ഇവിടുത്തെ ലോജിക്? 2 × 4 എത്രയാ? 8 അല്ലെ? ആ 8നോടൊപ്പം 1 കൂട്ടിയപ്പോ 9. ഓക്കെ, ഇപ്പൊ ഇവിടെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നമുക്കൊന്ന് മനക്കണക്കായി വിചാരിക്കാം. അടുത്ത് 9 × 4 36 36ന്റെ ഒപ്പം 1 കൂട്ടിയപ്പോ 37 അല്ലെ? 37 × 4 എത്രയാ? 30 × 4 120, 7 × 4 28, 148 1 149. ശരിയാണ് അല്ലെ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? 149 × 4 + 1 ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അല്ലെ? സോ 149 4 കൊണ്ട് ഗുണിക്കാം. 9 4 36 അല്ലെ? ബാക്കി 3 4 4 16 3 19, ബാക്കി 1 1 4 4 1 5 596 1 എത്രയായിരിക്കും വരിക? 597 ആയിരിക്കും വരിക. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എത്രയാ? 597 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇൻറ്റു 4 + 1 ആണ് അവിടെ വന്നിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. യെസ്. അടുത്ത ചോദ്യം എന്താ? 6 years ago, the ratio of ages of Ravi and Lakshmi was 6:5. 4 years hence, the ratio will be 11:10. Ravi's age at present is. അല്ലെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊരു ചോദ്യമാണ്. പ്രീവിയസ് ഒരു ചോദ്യമായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യാം? രവിയും ലക്ഷ്മിയും തമ്മിലുള്ള 6 years മുമ്പുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 6:5. നമ്മൾ 6 years മുമ്പുള്ള റേഷ്യോനെ എന്തായിട്ട് എടുക്കുന്നു? 6x 5x ആയിട്ട് എടുക്കുന്നു. 6 years ago ആണ്. 6 years ago രവിയുടെ ഏജ് എന്ന് പറയുന്നത് നമ്മൾ എത്രയായിട്ട് എടുക്കുന്നു? 6x. പിന്നെ ലക്ഷ്മിയുടെ ഏജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5x ആയിട്ട് എടുക്കുന്നു അല്ലെ? അപ്പോ 6x 5x ഓക്കെ ആണല്ലോ. സോ 6x അന്നത്തെ ഏജ് രവിയുടെ, ലക്ഷ്മിയുടെ അന്നത്തെ ഏജ് 5x ആണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 years hence അവരുടെ റേഷ്യോ എങ്ങനെയായിരിക്കും വരിക? 6 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള വയസ്സ് 6x 5x ആണെങ്കിൽ ഇപ്പൊ അവരുടെ വയസ്സ് എത്രയായിരിക്കും? 6x + 6 ആയിരിക്കും. 5x + 6 ആയിരിക്കും. ഇനി ഒരു 4 വർഷം കഴിയുമ്പോൾ ഒരു 4 വയസ്സും കൂടെ കൂടില്ലേ? ദാറ്റ് മീൻസ് 6x + 6 + 4 6x + 10 ആയിരിക്കും രവിയുടെ ഏജ്. ലക്ഷ്മിയുടെ ഏജ് എത്രയായിരിക്കും? 5x + 10 ആയിരിക്കും. ആ 6x + 10ഉം 5x + 10ഉം തമ്മിലുള്ള റേഷ്യോ ആണ് എത്രയെന്ന് പറയുന്നത്? 11:10 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 11/10 എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 10നെ അങ്ങോട്ടും കൊണ്ടുപോകാം, ഈ 5x + 10നെ ഇങ്ങോട്ടും കൊണ്ടുവരാം അല്ലെ? അപ്പൊ 10 × 6x + 10 അല്ലെ ഈക്വൽ ടു അപ്പുറത്ത് എന്ത് വരും? 11 × 5x + 10 എന്ന് വരും അല്ലെ? സോ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. 10 × 6x എന്ന് പറയുമ്പോൾ 60x, 10 × 10 എന്ന് പറയുമ്പോൾ 100 അല്ലെ? ഈക്വൽ ടു 11 × 5x എന്ന് പറയുമ്പോൾ 55x പ്ലസ് 11 × 10 എന്ന് പറയുമ്പോൾ 110 അല്ലെ? ഇനി x എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ 55x ഇങ്ങോട്ട് വരുമ്പോൾ 60x - 55x എന്ന് വരും. ദാറ്റ് ഈസ് 5x കിട്ടും. സോ 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ 110 - 100 എന്ന് പറയുമ്പോൾ 10 കിട്ടും. സോ എക്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടും? 10/5 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും അല്ലെ? സോ എക്സിന്റെ വാല്യൂ 2 ആണെങ്കിൽ 6 years മുമ്പ് രവിയുടെ ഏജ് എത്രയായിരിക്കും? രവിയുടെ പ്രസന്റ് ഏജ് നമുക്ക് വേണ്ടേ അല്ലെ? രവിയുടെ ഏജ് എത്രയായിരിക്കും? 6 × 2 12 വയസ്സായിരിക്കും അല്ലെ? സോ 6 വർഷം മുമ്പുള്ള വയസ്സാണ് 12. അപ്പൊ ഇപ്പത്തെ വയസ്സ് എത്രയായിരിക്കും? 12 + 6 18 അല്ലെ? നോക്കൂ, നമുക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് 12 അവിടെ തന്നിട്ടുണ്ട്. സോ ശ്രദ്ധിക്കണം ആൻസർ ചെയ്യുമ്പോൾ. 6 years മുമ്പുള്ള ഏജ് അല്ല ചോദിച്ചിരിക്കുന്നത്, രവീസ് പ്രസന്റ് ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 12 + 6 18 വയസ്സ്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തെന്താ? എക്സ് ഈസ് മച്ച് യങ്ങർ ടു വൈ ആസ് ഹി ഈസ് ഓൾഡർ ടു സെറ്റ് അല്ലെ? ഇഫ് ദ സം ഓഫ് ദ ഏജസ് ഓഫ് വൈ ആൻഡ് സെഡ് ഈസ് 36 years, വാട്ട് ഈസ് ദ ഏജ് ഓഫ് എക്സ് എന്നാ ചോദിച്ചത്. അപ്പൊ എന്താ പറഞ്ഞേ? എക്സിന്റെ ഏജ് എക്സ് ഈസ് ആസ് മച്ച് യങ്ങർ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ. വൈയുടെ ഏജ് എന്ന് എക്സ് ഈസ് ആസ് മച്ച് യങ്ങർ ടു വൈ എന്ന് പറയുമ്പോൾ വൈനേക്കാൾ എത്ര ചെറുതാണോ എക്സ് അത്ര തന്നെ വലുതാണ് സെഡിനേക്കാൾ എന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് വൈയുടെ ഏജ് വൈ ആണോ എക്സ് ആണോ യങ്ങർ? എക്സ് ആണ് അല്ലെ? വൈയുടെ ഏജ് എക്സ് കുറച്ചാലും അല്ലെ, വൈയുടെ ഏജിൽ നിന്ന് എക്സ് കുറച്ചാലും വൈയുടെ ഏജിൽ നിന്ന് എക്സ് കുറച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ അത്ര തന്നെ ഓൾഡർ ആണ് സെഡിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ എക്സ് ആണ് അവിടെ വലുത്. സെഡും എക്സും കൂടെ എടുക്കുമ്പോൾ എക്സ് ആണ് വലുത്. സോ എക്സിന്റെ ഏജിൽ നിന്ന് സെഡ് കുറച്ചാലും കിട്ടുന്ന ഒരേ ആൻസർ ആയിരിക്കില്ലേ അല്ലെ? ഞാൻ ഒരാളോട് ഒരു 5 വയസ്സിന് ഇളയതാണ്, ഞാൻ മറ്റൊരാളോട് 5 വയസ്സിന് മൂത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 എന്നുള്ളത് സെയിം അല്ലേ? അപ്പൊ ഒരാളോട് 5 വയസ്സിന് ഇളയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വയസ്സിന് എന്റെ വയസ്സ് കുറയ്ക്കുമ്പോൾ 5 എന്ന് കിട്ടും. മറ്റൊരാളോട് 5 വയസ്സിന് മൂത്തെന്ന് പറയുമ്പോൾ എന്റെ വയസ്സിന് അയാളുടെ വയസ്സ് കുറയ്ക്കുമ്പോഴും 5 കിട്ടും അല്ലെ?
അതേ കൺസെപ്റ്റ് നമ്മളിവിടെ ചെയ്തേക്കണം. y മൈനസ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സെറ്റ് എന്ന് കിട്ടി അല്ലെ. ഇനി നമ്മളിവിടെ ഈ മൈനസ് എക്സ് അങ്ങോട്ട് പോട്ടെ, ഈ മൈനസ് സെറ്റ് ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പൊ എന്ത് വരും? y മൈനസ് സെറ്റ് എന്ന് പറയും. ആ മൈനസ് സെറ്റ് ഇപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് സെറ്റ് ആവും അല്ലെ. ഈ മൈനസ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് ആവും. അവിടെ ഓൾറെഡി എക്സ് ഉണ്ട്. അപ്പൊ എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു 2x കിട്ടും അല്ലെ. സോ ദാറ്റ് മീൻസ് y പ്ലസ് സെറ്റ് എന്ന് പറയുന്നത് 2x ആണ്. ഇനി ഒരു ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇഫ് ദ സം ഓഫ് ദ ഏജസ് ഓഫ് y ആൻഡ് സെറ്റ് ഈസ് 36 ഇയേഴ്സ് അല്ലെ. വൈന്റെയും സെറ്റിന്റെയും ഏജുകൾ തമ്മിലുള്ള സം എന്ന് പറയുന്നത് 36 ആണെന്ന് പറഞ്ഞു. സോ y പ്ലസ് സെറ്റ് എത്രയാണ്? 36 ആണ്. അത് 2x ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ x എത്രയാ? 36/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ആയിരിക്കും എക്സിന്റെ ഏജ്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എത്രയാ? 18 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട്. ഓക്കെ, സോ എക്സിന്റെ ഏജ് 18 ആണ്. അടുത്ത് സിന്ധിൽ എന്താ പറഞ്ഞേ? സിന്ധിൽ എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ദിസ് ലേഡി ഇസ് ദ വൈഫ് ഓഫ് ദ ഗ്രാൻഡ് സൺ ഓഫ് മൈ മദർ എന്നാ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സിന്ധിൽ ഇസ് ദ ഓൺലി സൺ ഓഫ് ഹിസ് മദർ ആൻഡ് ഹാസ് നോ സിസ്റ്റർ എന്നാ പറയണം. ഹു ഈസ് സിന്ധിൽ ടു ദ ലേഡി എന്ന് ചോദിച്ചത്. നോക്കാം. ദിസ് ലേഡി ഇസ് ദ വൈഫ് ഓഫ് ദ ഗ്രാൻഡ് സൺ ഓഫ് മൈ മദർ. എന്റെ അമ്മയുടെ, ഓക്കെ ആണല്ലോ. അപ്പൊ എന്റെ അമ്മയ്ക്ക് മീൻസ് സെന്തിലിന്റെ അമ്മയ്ക്ക് ഒറ്റ സണ്ണ് മാത്രമേ ഉള്ളൂ, സിസ്റ്റർ പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ മോനായിട്ടുള്ളൂ. സെന്തിൽ പറയുന്ന സമയത്ത് സെന്തിൽ മാത്രമേ മോനായിട്ടുള്ളൂ. അപ്പൊ എന്റെ അമ്മയുടെ ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ എന്റെ മകനായിരിക്കും അല്ലെ. സോ ഒരേ ഒരു മകനെ സെന്തിലിന്റെ അമ്മയ്ക്ക് ഉള്ളൂ. സോ അത് ഞാനാണ്. ദാറ്റ് മീൻസ് സെന്തിലാണ്. ആ അമ്മയുടെ ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ എന്റെ മകനായിരിക്കും അല്ലെ. സോ എന്റെ മകന്റെ വൈഫാണ് ഈ ലേഡി എന്നാ പറയുന്നത്. എന്റെ മകന്റെ വൈഫ് എന്ന് പറയുമ്പോ എങ്ങനെയാണ് സെന്തിൽ ആ ലേഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ലേഡിക്ക് സെന്തിൽ ആരാണ്? ഭർത്താവിന്റെ അച്ഛൻ അല്ലെ. ഭർത്താവിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദർ ഇൻ ലോ ആയിരിക്കും. ഹു ഈസ് സിന്ധിൽ ടു ദ ലേഡി എന്ന് ചോദിച്ചേക്കണം. സിന്ധിൽ ആരാണ് ലേഡിക്ക് എന്ന് ചോദിച്ചേക്കണം. സോ ദ ആൻസർ ഈസ് ഫാദർ ഇൻ ലോ. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ടോട്ടൽ തന്നിട്ടുണ്ട്. സിന്ധിലിന് ഹു ഈസ് ലേഡി ടു ദ സെന്തിൽ എന്നാണ് ചോദ്യമെങ്കിൽ അല്ലെ, ലേഡിക്ക് സെന്തിൽ ആരാണെന്ന് ചോദിച്ചു, സോറി, ലേഡി സെന്തിൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോട്ടർ ലോ ആണ്. പക്ഷെ ഹു ഈസ് സെന്തിൽ ടു ദ ലേഡി എന്ന് വെച്ചാൽ ലേഡിയെ അപേക്ഷിച്ച് സെന്തിൽ ആരാണെന്ന് ചോദിച്ചാൽ സോ ദാറ്റ് ഈസ് ഫാദർ. ഓക്കെ ആണല്ലോ. യെസ്. സോ എന്താണ് ചോദ്യം? വാട്ട് വിൽ ബി ദ 12th ടേം? 9, 18, 36 ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിലെ 12th ടേം എന്തായിരിക്കും എന്നല്ല. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്താ ചെയ്യുന്നത്? ഇവിടെ ഇരട്ടി ഇരട്ടി വെച്ച് ഇങ്ങനെ കൂടി പോവാണ് അല്ലെ. സോ 9 18 ആയി, 18 36 ആയി. സോ ദാറ്റ് മീൻസ് ഇൻറ്റു 2 ആണ് അല്ലെ. സോ ഇങ്ങനെ ഒരേ സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ഒരു സീരീസ് ആണ്. ഒരേ സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീരീസ് ആണെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേര് ജോമെട്രിക് പ്രോഗ്രഷൻ അഥവാ GP എന്നാണ്. ഒരേ സംഖ്യ വെച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ അതിനെ AP അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ ഇത് ഒരേ സംഖ്യ വെച്ച് ഗുണിച്ച് പോവാണ് അല്ലെ. ഗുണിക്കലാവാം ഹരിക്കലാവാം കേട്ടോ. അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ അതിനെ നമ്മൾ GP എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ GPയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് GPയുടെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് എത്രാമത്തെ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A×r⁻n−1 ആണ്. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ടേം നമുക്കറിയാം 9 ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് വിളിക്കും. കോമൺ റേഷ്യോ എന്ന് വെച്ചാൽ എന്ത് വെച്ചിട്ടാണോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് അതിനെയാണ് കോമൺ റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്? 2 വെച്ചല്ലേ. ഇപ്പൊ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. R കണ്ടുപിടിക്കും. ഓക്കെ, സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം, അങ്ങനെ തൊട്ടടുത്തുള്ള രണ്ട് ടേമുകളിൽ മുമ്പുള്ള ടേമിനെ ബാക്കിലുള്ള ടേം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ റേഷ്യോ കിട്ടും. സോ 18/9 എത്ര കിട്ടാ? 2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ A×r⁻n−1 എന്ന് പറയുമ്പോ എയുടെ വാല്യൂ നമുക്ക് 9 എന്ന് കിട്ടി. R എത്രയാണ്? 2 ആണ്. 9×2⁻n−1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കേണ്ട? 12th ടേം ആണ് അല്ലെ. 12-1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈക്വൽ ടു 9×2⁻11 എന്ന് കിട്ടും. 2⁻11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ പവർ ഒരു 10 വരെ പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ മാത്രമല്ല വേറെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരപ്പെടും. രണ്ടിന്റെ പവർ 10 വരെ. 2⁻1 2, 2ന്റെ സ്ക്വയർ 4, 2ന്റെ ക്യൂബ് 8, 2⁻4 60, 2⁻5 32, 2⁻6 64, 2⁻7 128, 2⁻8 256, 2⁻9 512, 2⁻10 1024 എന്ന് കിട്ടും. ഓക്കെ,
സോറി. അപ്പൊ 2^11 എത്രയായിരിക്കും? 1024 into 2 എന്നും കൂടെ പറയും അല്ലെ. 2^10 1024 ആണെങ്കിൽ ഒരു 2 കൂടെ ഗുണിച്ച 2^11 കിട്ടും. ദാറ്റ് ഈസ് എത്രയായിരിക്കും വരിക? 2048 ആയിരിക്കും. അപ്പൊ 9 into 2048 എന്നായിരിക്കും ഇവിടെ ചെയ്യേണ്ടി വരിക. അപ്പൊ ഇത് ഗുണിച്ച് നമുക്ക് കിട്ടും. സോ 2000 into ഓക്കെ, നമുക്ക് 2048 into 9 ചെയ്യാം അല്ലെ. 2048 into 9 നമുക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 2000 into 9, 50 into 9 ഗുണിക്കുക, 2 into 9 ഗുണിക്കുക, കുറച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ്. 2048 into 9 എന്ന് പറയുന്നത് 9 ഇട്ട് 72 ബാക്കി 7 അല്ലെ. 9 4 36 7 43 3 എഴുതി, ബാക്കി 4 ശിഷ്ടം. സോ 4 അതേപോലെ എഴുതി, 20 18 അല്ലെ. സോ 18,432 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, സോ GP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വന്നത്. യെസ്, അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. കുറച്ച് ടഫ് ആയിരുന്നു ഇപ്രാവശ്യത്തെ ടെസ്റ്റ് പേപ്പർ എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ കുറച്ച് ടഫ് ആക്കി വരികയാണ്. കാരണം നമുക്ക് എക്സാമുകൾ എടുക്കാനായി അല്ലെ. നമ്മൾ ഉഷാറായിട്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ നമുക്ക് എക്സാം പാറ്റേണുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് തന്നെ നമ്മൾ പോകണം. അത്യാവശ്യം ടഫുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ തോന്നുക. സോ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇടുന്ന മിക്കവാറും ടെസ്റ്റ് പേപ്പറുകളിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എല്ലാം നല്ല, പക്ഷെ ഇതിലിപ്പോ കുറെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഞാൻ കുറച്ച് ടഫ് ആയിട്ട് തന്നെയാണ്. ഇത്രയും ഹൈ ആയിട്ട് വരാറില്ല ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇത്രയും ടൈം കൺസ്യൂമിംഗ് ആയിരിക്കില്ല ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും. പക്ഷെ നമ്മളത് കുറച്ച് ഹൈ ആയിട്ട് ഇട്ടത് തന്നെയാണ്. ഒരു ബാങ്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു മോഡലാണ് ഇപ്രാവശ്യം നമ്മൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഇട്ടത്. പക്ഷെ അത്രയും ഹൈ ആയിരിക്കില്ല. പക്ഷെ നമുക്ക് അത് ചെയ്യാൻ അറിയണം. ഓക്കെ, സോ ഒരു ചോദ്യമൊക്കെ മേ ബി ഇങ്ങനത്തെ വന്നേക്കാം. സോ അത് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടത്. അപ്പൊ ഇനി അടുത്ത ടെസ്റ്റ് പേപ്പർ മുതൽ കുറച്ചുകൂടെ ടഫ്നെസ് വരില്ല. ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത ടെസ്റ്റ് പേപ്പറിലെ ചോദ്യങ്ങളുമായിട്ട് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.